നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ജൂലൈ മാസം 27-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ന് മുതൽ ശക്തമായിട്ടുള്ള മഴ തുടരുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്വാധീന ഫലമായിട്ട് കേരളത്തിൽ വരും ദിവസങ്ങളിൽ വ്യാപകമായിട്ട് ഇടിമിന്നലോട് കൂടിയ മിതമായ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ബാങ്കുകൾ വഴിയും ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയും പണം കൈമാറ്റം ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നയാളുടെ KYC വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണമെന്ന് റിസർവ് ബാങ്ക്. പണം കൈമാറ്റത്തിനുള്ള സൗകര്യങ്ങൾ തട്ടിപ്പുകാർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ മാർഗ്ഗനിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സംവിധാനങ്ങളടക്കം പണം കൈമാറ്റത്തിന് പലവിധ സൗകര്യങ്ങൾ നിലവിൽ വന്ന സാഹചര്യത്തിലാണ് RBIയുടെ തീരുമാനം. ഇത് സംബന്ധിച്ച് RBI വിശദമായിട്ടുള്ള മാർഗ്ഗരേഖ പുറത്തിറക്കി. ഏത് ബാങ്കിലാണോ പണം അടയ്ക്കുന്നത് ആ ബാങ്ക് പണം സ്വീകരിക്കുന്ന ആളുടെയും അയക്കുന്ന ആളുടെയും പേരും വിലാസവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സൂക്ഷിക്കണമെന്നതാണ് RBIയുടെ നിർദ്ദേശത്തിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഓരോ ഇടപാടുകളും അധിക സുരക്ഷാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, അതായത് OTP പോലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര ബജറ്റിന് ശേഷം ഇന്ധനവില കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാവുമോ എന്ന ചോദ്യം വ്യാപകമായിട്ട് ഉയർന്നിരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പെട്രോൾ, ഡീസൽ നിരക്കുകൾ GSTയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുകയാണ് ധനമന്ത്രി. ഇപ്പോഴുള്ള വാറ്റിൽ നിന്ന് അതിനെ മാറ്റണം. സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ച് ഒരു നിശ്ചിത നിരക്ക് തീരുമാനിച്ചാൽ ഇന്ധനവില GSTയിൽ ഉൾപ്പെടുത്താമെന്നും ധനമന്ത്രി പറഞ്ഞു. ഇത്തരമൊരു നീക്കം ഇന്ധനവിലയിൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവരാൻ സഹായിക്കും. GSTയിൽ ഉൾപ്പെടുന്നതോടെ ഒരു നികുതി മാത്രമായിരിക്കും ചുമത്തുക. സംസ്ഥാന നികുതി ഉണ്ടാവില്ല. ഉൽപ്പാദനത്തിന് മാത്രമല്ല നികുതി ചുമത്തുക, ഉൽപ്പന്നത്തിന് എക്സൈസ് തീരുവയും കേന്ദ്രം ചുമത്തും. സംസ്ഥാനങ്ങൾ നിരക്കുകൾ തീരുമാനിക്കുകയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്താൻ സമ്മതം അറിയിക്കുകയും ചെയ്താൽ കേന്ദ്രം അക്കാര്യം വേഗത്തിൽ നടപ്പിലാക്കുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷന്റെ ഗഡു വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 1600 രൂപ വീതമാണ് ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നത്. ഇതിനായിട്ട് 900 കോടി രൂപയാണ് അനുവദിച്ചത്. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടുകൾ വഴിയും കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ വീടുകളിലെത്തി ഇത്തരത്തിൽ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ നേരിട്ട് പെൻഷൻ നൽകുന്നതായിരിക്കും. അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസം പെൻഷൻ നൽകി വരുന്നുവെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ക്ഷേമാനുകൂല്യങ്ങളുടെ വിതരണം സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലും അതാത് മാസം ക്ഷേമ പെൻഷൻ ഉറപ്പാക്കുമെന്നും അറിയിച്ചിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങും ഇപ്പോൾ നടന്നു വരികയാണ്. ഇനി മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ മസ്റ്ററിങ് പരാജയപ്പെടുന്നവർ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ അത് അക്ഷയയിൽ കൈവിരൽ ബയോമെട്രിക് ഡിവൈസിൽ അമർത്തുമ്പോൾ കൈരേഖകൾ ആധാർ കാർഡ് വഴി എടുത്ത രേഖകളുമായിട്ട് ചേരാതെ വരുന്ന സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പരാജയപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ മസ്റ്ററിംഗ് ഫെയിൽഡ് എന്ന സ്ലിപ്പ് അക്ഷയയിൽ നിന്ന് വാങ്ങുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈഫ് സർട്ടിഫിക്കറ്റ് കൂടി വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ നൽകിയാൽ നിങ്ങൾക്ക് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. അങ്ങനെ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതായിരിക്കും. ലൈഫ് സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട സഹായം തേടാവുന്നതാണ്. അവസാനമായി, സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ കേന്ദ്ര ബജറ്റിലെ തീരുവ കുറവ്, അന്തർദേശീയ വിപണിയുടെ സ്വാധീനം തുടങ്ങിയ കാരണങ്ങളാൽ സ്വർണ്ണവിലയിൽ വൻ ഇടിവ് തുടരുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച ജൂലൈ 26-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 100 രൂപയും പവന് 800 രൂപയുമാണ് കുറഞ്ഞത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6300 രൂപയിലും പവന് 50400 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.